കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരാകുന്ന എല്ലാ വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരാകുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഈ രാത്രിയിൽ വീണ്ടും ഈ ഹാളിൽ ഇപ്രകാരം ദൈവവചനം ധ്യാനിപ്പാനായി കൂടി വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വന്നു ചേർന്ന എല്ലാവർക്കും വന്ദനം. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. തുടർന്നുള്ള നിമിഷങ്ങളിൽ വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് തുടരാം. റോമാലേഖനത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. കർത്താവിൻ്റെ ഹിതമെങ്കിൽ 1-2 ആഴ്ചകൾ വി വിൽ ട്രൈ അവർ ബെസ്റ്റ്. 1-2 ആഴ്ചകൾക്കുള്ളിൽ റോമാലേഖന പഠനം അവസാനിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ തിടുക്കത്തോടെ ദൈവവചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് റോമാലേഖനം 15-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. 15-ാം അധ്യായം 14 മുതൽ അതിൻ്റെ അവസാന ഭാഗം വരെയുള്ളതാകുന്ന ആ തിരുവചന ഭാഗത്തെ ആധാരമാക്കിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ആ വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. കർത്താവ് അനുവദിച്ചാൽ നമ്മൾ ഇന്ന് ആ ചാപ്റ്റർ കഴിയുമെങ്കിൽ ഇഫ് പോസിബിൾ നമ്മളത് ഫിനിഷ്. ഈ വേദഭാഗം 15-ാം അധ്യായം 14 മുതൽ അതിൻ്റെ അവസാന വാക്യങ്ങൾ വരെ പൗലോസ് പ്രധാനമായിട്ടും തൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും തൻ്റെ തുടർന്നുള്ളതാകുന്ന താൻ തുടർന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവകൃപയിൽ ആശ്രയിച്ച് അല്ലെങ്കിൽ താൻ ചെയ്യുവാനിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് താൻ വിശദീകരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും മറ്റുമൊക്കെ നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അതിനുള്ള ബന്ധത്തിൽ വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ പൗലോസ് തന്റെ ശുശ്രൂഷയെക്കുറിച്ച് വിവരിക്കുകയുണ്ടായി. സുവിശേഷീകരണത്തെക്കുറിച്ച് പൗലോസിന്റെ കാഴ്ചപ്പാട് നമ്മൾ കണ്ടു. സുവിശേഷീകരണം എന്നുള്ളത് വിശേഷിച്ച് തന്റെ അപ്പോസ്തോലിക ശുശ്രൂഷ, അത് തനിക്ക് മാത്രമല്ല ബാധകമായിരിക്കുന്നത്. സുവിശേഷം അറിയിക്കുന്ന എല്ലാവരോടുമുള്ള ബന്ധത്തിൽ അതിൻ്റെ പ്രായോഗികമാകുന്ന വശം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഒന്നാമതായിട്ട് അതിൻ്റെ 16ഉം 17ഉം വാക്യങ്ങളിൽ പൗലോസ് തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് വിവരിക്കുമ്പോൾ താൻ ആദ്യമായിട്ട് പറയുന്ന വിഷയം ഇറ്റ് ഈസ് എ പ്രീസ്റ്റ്ലി മിനിസ്ട്രി എന്നാണ്. ഇതൊരു പൗരോഹിത്യ ശുശ്രൂഷയായിട്ട് താൻ വിശേഷിപ്പിക്കുന്നു. അതിനുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ സുവിശേഷീകരണം എന്നുള്ളത് യഥാർത്ഥമാകുന്ന ആരാധനയാണെന്നും സുവിശേഷീകരണത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ദൈവം നൽകുന്ന കൺവേർട്സ് അത് ദൈവത്തിന് ഒരർപ്പണമാണെന്നും ഒരു യാഗമാണെന്നും ഒക്കെയുള്ള വിഷയം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. രണ്ടാമതായിട്ട് അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കണ്ടു. ഈ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്നുള്ളത് ഇറ്റ് ഈസ് എ പവർഫുൾ മിനിസ്ട്രി. വളരെ ശക്തിയുള്ളതാണ് സുവിശേഷീകരണം. കാരണം സുവിശേഷം അതിൽ തന്നെ ദൈവശക്തിയാകുന്നു. അത് രക്ഷിക്കപ്പെടുന്ന ഏവനും വിശ്വസിക്കുന്ന ഏവനും രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നല്ലോ. ആ ദൈവശക്തിയുടെ വിവിധ മാനിഫെസ്റ്റേഷൻസിനെ കുറിച്ച് പൗലോസ് അവിടെ വിശേഷിപ്പിച്ചു. വിവിധ നിലകളിൽ പൗലോസ് തന്റെ ശുശ്രൂഷയിൽ താൻ സാക്ഷ്യം വഹിച്ചതാകുന്ന, അല്ലെങ്കിൽ മറ്റു വാക്കിൽ പറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സാക്ഷ്യം വഹിച്ചതിനെ പൗലോസ് വിശദീകരിച്ചു. ഞാനത് പറയുകയുണ്ടായി. അതിന്നും ബാധകമാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് തന്റെ അപ്പോസ്തോലിക ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ് പറയുന്നത് എങ്കിൽ തന്നെയും സുവിശേഷം എന്നുള്ളത് അതിൽ തന്നെ ശക്തിമത്താണ്. ഇന്നും പൈനിയർ മിനിസ്ട്രിയിൽ അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ തന്റെ വചനത്തെ ഉറപ്പിക്കുന്നു. തന്റെ ഹിതപ്രകാരം തന്റെ ഇഷ്ടപ്രകാരം നമ്മൾ ചിന്തിക്കുന്ന പോലെ ആകണമെന്ന് നിർബന്ധമില്ല. ദൈവം ഇന്നും അത് ചെയ്യുന്നു എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. പിന്നെ നമ്മൾ അതിനോടുള്ള ബന്ധത്തിൽ കണ്ടു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ച്. അതായത് നമ്മുടെ ബലഹീനമാകുന്ന വാക്കുകളെ എടുത്ത് അതിൽ കൂടെ ഒരു വ്യക്തിയെ ദൈവമകനാക്കുക മകളാക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ് എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. ആകട്ടെ, അടുത്തതായിട്ട് അതിൻ്റെ 19 മുതൽ 22 വരെയുള്ളതാകുന്ന ആ വേദഭാഗം വേഗത്തിൽ ഒന്ന് വായിച്ച് നമ്മളങ്ങ് പോകാനേ നമുക്ക് സമയമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ മുൻപോട്ടങ്ങ് പോകും. തുടർന്ന് അതിൻ്റെ 19 മുതൽ 22 വരെയുള്ളതാകുന്ന ആ വേദഭാഗത്ത് തനിനിയും
ചെയ്യുവാൻ പോകുന്ന ശുശ്രൂഷകളെ കുറിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് താൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ദയവായിട്ട് ആ വേദഭാഗം ഒന്ന് വായിക്കാം. 19 മുതൽ 22 വരെയുള്ളതാകുന്ന തിരുവചന ഭാഗം. റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ 19 മുതൽ 22 വരെ. അവനെക്കുറിച്ച് അറിവില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെയാണ് സുവിശേഷം അറിയിക്കാൻ അഭിമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും മുടക്കം വന്നു. നോക്കുക, ഈ തിരുവചന ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അങ്ങ് മുൻപോട്ട് പോകും. അടുത്ത ഭാഗമാണ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. ആ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് തുടർന്ന് പറയുന്നതാകുന്ന ഒരു കാര്യം 19-ാമത്തെ വാക്യത്തിൽ മുകളിൽ പറഞ്ഞു, കർത്താവ് ചെയ്തതല്ലാതെ, ക്രിസ്തു എന്നിൽ ചെയ്തതല്ലാതെ ഞാൻ ഒന്നും മിണ്ടുവാൻ തുനിയുകയില്ല എന്ന് താൻ പറഞ്ഞു. എന്നിട്ട് 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഏകദേശം 10 വർഷങ്ങൾ താൻ ചെയ്ത, അല്ലെങ്കിൽ തന്നിൽ കൂടെ ദൈവം ചെയ്ത ശുശ്രൂഷകളെയെല്ലാം ക്രോഡീകരിച്ച് ഒരു സെന്റൻസിൽ ഒതുക്കിയേക്കുക. ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അങ്ങനെ ഞാൻ യെരുശലേം മുതൽ ഇല്യൂര്യ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം മുതൽ 20 അല്ലെങ്കിൽ 21-ാം അധ്യായം വരെ ഉള്ളതാകുന്ന, അല്ലെങ്കിൽ ആകട്ടെ 20-ാം അധ്യായം വരെയുള്ളതാകുന്ന ആ സകല ശുശ്രൂഷകളും എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം താൻ നടത്തിയ മിഷണറി യാത്രകളും വളരെ സംഭവ ബഹുലമാകുന്ന ശുശ്രൂഷകളും അനേക ഇടങ്ങളിൽ സഭകൾ സ്ഥാപിക്കപ്പെട്ടു, ഒത്തിരി അടയാളങ്ങൾ അത്ഭുതങ്ങൾ നടന്നു, ഒത്തിരി പേര് ദൈവമക്കളായി തീർന്നു. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് പൗലോസ് പറയുക, ഇത്രയും സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് ഞാൻ ഈ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. അത്രയും പറഞ്ഞ് താൻ അവസാനിപ്പിക്കുകയാണ്. തന്റെ ശുശ്രൂഷകളെ കുറിച്ച് പറയുമ്പോൾ അതിൽ കൂടുതൽ പറയുവാനായിട്ട് താൻ തുനിയുന്നില്ല. എൻ്റെ ചിന്തയിൽ എന്തുമാത്രം ന്യൂസ് ലെറ്റേഴ്സിനുള്ളതാകുന്ന വകുപ്പുകളുണ്ടെന്നറിയാമോ ഇത്രയും വർഷത്തെ ശുശ്രൂഷകൾ. പക്ഷേ ഈ പൗലോസ് ഒറ്റ വാക്യത്തിലെല്ലാം കൂടെ അങ്ങ് ഒതുക്കിയ 3 മിഷണറി യാത്രകളും 10-ലധികം വർഷങ്ങളിലെ ശുശ്രൂഷകളും സ്ഥാപിക്കപ്പെട്ട സഭകളും എല്ലാം കൂടെ പറയാ, ക്രിസ്തു എന്നിൽ ചെയ്തത് ഇത്രയൊക്കെയാ. അത് പറഞ്ഞ് താൻ മുൻപോട്ട് പോകുക. ആകട്ടെ, ഞാൻ ആ ഭാഗത്ത് അധികം നിൽക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. എന്നിട്ട് താൻ പറയുകയാണ്, പുതിയ സ്ഥലങ്ങളിലാണ് ഇനിയും, അതായത് ഇനിയും ഇവിടെ ഈ ദിക്കുകളിലെങ്ങും എനിക്ക് സുവിശേഷം അറിയിപ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ദേശങ്ങളിലുള്ള എല്ലാ മുക്കും മൂലയിലും എല്ലാം പൗലോസ് കടന്നു എന്നൊന്നും എല്ലാവരോടും സുവിശേഷം അറിയിച്ചെന്നും അല്ല അതർത്ഥമാക്കുന്നത്. നേരെ മറിച്ച് പയനീറായിട്ടുള്ള തന്റെ ശുശ്രൂഷ ആ സ്ഥലങ്ങളിൽ താൻ ചെയ്യുകയും ഏകദേശം മിക്കയിടത്തും കർത്താവിന്റെ സുവിശേഷം എത്തുകയും ചെയ്തു എന്നാണ് താൻ അർത്ഥമാക്കുന്നത്. ആകട്ടെ, അത്രയും പറഞ്ഞ് ഞാൻ മുൻപോട്ടങ്ങ് പോകുകയാണ്. അപ്പോൾ ആ തന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ താൻ ഇനിയും ദൈവകൃപയിൽ ആശ്രയിച്ച് ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്ന കാര്യങ്ങളാണ് ആ 22 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകട്ടെ, ഇനി നമ്മൾ തുടർന്നുള്ളതാകുന്ന ആ തിരുവചന ഭാഗത്തേക്ക് പെട്ടെന്ന് പോകും. ഞാൻ അല്പം ഓടിപ്പോകുന്നത് ആ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ 33 വരെയുള്ളതാകുന്ന വാക്യഭാഗത്ത് പല കാര്യങ്ങൾ നമുക്ക് അല്പം വിശദമായിട്ട്, ഞാൻ ഇതിനു മുൻപ് അല്പം ഒരു വിശദീകരണം 1-ാം അധ്യായത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞതാണെങ്കിലും അല്പം നമുക്ക് പ്രായോഗികമായി മനസ്സിലാക്കേണ്ട പല കാര്യങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് കൂടുതലായി നമ്മൾ ഫോക്കസ് ചെയ്യുവാനായിട്ട് പോകുകയാണ്. അതിൻ്റെ 23 മുതൽ ഉള്ളതാകുന്ന വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, 23 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ ദയവായിട്ട് ഒന്ന് നമുക്ക് വായിക്കാം. അതിൻ്റെ 27 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 27 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ 23 മുതൽ 27 വരെയുള്ള വേദഭാഗം ദയവായി ശ്രദ്ധിക്കാം.
സ്ഥലമില്ലായ്കയാലും യെസ്. അങ്ങോട്ട് വരുവാൻ അനേക സംവത്സരമായി വാഞ്ച ഉണ്ടാകുകൊണ്ടു ഞാൻ സ്പാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു. ഇപ്പോഴോ ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ യെരുശലേമിലേക്ക് യാത്രയാകുന്നു. യെരുശലേമിലെ വിശുദ്ധന്മാരും ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മക്കതോനിയിലും അഖായിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നി. അവർക്ക് ഇഷ്ടം തോന്നിയെന്ന് മാത്രമല്ല, അത് അവർക്ക് കടയുമാകുന്നു. ജാതികൾ അവരുടെ ആത്മീയ നന്മകളിൽ കൂട്ടാളികൾ ആയിരിക്കും. ഐതിഹ്യ നന്മകളിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു. മതിയാവും. ഈ വേദഭാഗത്ത് പൗലോസ് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിപ്പാനായിട്ടുണ്ട്. കാരണം അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം അതുമായിട്ട് വളരെ ബന്ധപ്പെട്ടുള്ള കാര്യം. അതുകൊണ്ട് അതൊന്ന് പറഞ്ഞ് നമുക്ക് മുൻപോട്ട് അല്പം വിശദമാക്കി നമുക്ക് മുൻപോട്ട് പോകാം. പൗലോസ് തുടർന്ന് താൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൽ ചാരി താൻ ചെയ്യുവാൻ പോകുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആ ശുശ്രൂഷകളെ കുറിച്ചും തൻ്റെ ഭാവി പരിപാടികളെ കുറിച്ചും അവരോട് ഈ റോമിലുള്ള വിശുദ്ധന്മാരോട് പറയുക. അങ്ങനെ പറയുന്നതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ പ്രാർത്ഥന തനിക്ക് ആവശ്യമാണ്. അതിനെക്കുറിച്ച് പിന്നീട് വിശദമായിട്ട് നമ്മൾ ചിന്തിക്കും. 2, അവിടെയുള്ള വിശുദ്ധന്മാരാൽ യാത്ര അയക്കപ്പെടാനായിട്ട് താൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയുള്ളതാകുന്ന കാരണങ്ങൾ തനിക്കുള്ളത് കൊണ്ട് തുടർന്നുള്ളതാകുന്ന തൻ്റെ ഭാവി പരിപാടികളെ കുറിച്ച് താൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണെന്ന് അവരോട് പറയുക. പ്രധാനമായിട്ട് തൻ്റെ 3 ഡെസ്റ്റിനേഷൻസിനോട് ബന്ധപ്പെടുത്തിയാണ് ആ കാര്യം താൻ പറയുന്നത്. 1, താൻ ജെറുസലേമിലേക്ക്, ഇപ്പോഴ് കൊരിന്തില് അല്ലെങ്കിൽ അഖായ ദേശത്ത് താനായിരിക്കുകയാണ്, മാസിഡോണിയ മുതലായ ആ സ്ഥലത്ത് താനായിരിക്കുക. എന്നാൽ അവിടെ നിന്ന് താൻ യെരുശലേമിലേക്ക് പോകുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾക്ക് തുടർന്ന് ചിന്തിക്കാം. 2, 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യെരുശലേമിൽ നിന്ന് താൻ റോമിലേക്ക് പോകാനായിട്ട് താല്പര്യപ്പെടുന്നു. അതിൻ്റെ അടുത്ത വാക്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ റോമിൽ ചെന്ന് അവിടെയുള്ള വിശുദ്ധന്മാരെ കണ്ട് അവരെ മുഖാമുഖമായിട്ടൊക്കെ കണ്ട് അവരെ അസിസ്റ്റ് ചെയ്യപ്പെട്ട് പിന്നെ തൻ്റെ ലക്ഷ്യമെന്നുള്ളത് സ്പെയിനിലേക്കാണ്. ഈ 3 ഡെസ്റ്റിനേഷൻസിനോടുള്ള ബന്ധത്തിലാണ് പൗലോസ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. 1, താൻ യെരുശലേമിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. 2, അവിടെ നിന്ന് റോമിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നു. 3, അവിടെ നിന്ന് സ്പെയിനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. കാരണം എത്ര കാഷ്വലിയാണ് പൗലോസ് ഈ കാര്യം പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായതാകുന്ന ഒരു കാര്യം, പൗലോസ് കരമാർഗം അല്ലാതെ ഈ 3 ഡെസ്റ്റിനേഷനിലേക്ക്, അതായത് കൊരിന്തിൽ നിന്ന് യെരുശലേമിലേക്ക്, യെരുശലേമിൽ നിന്ന് റോമിലേക്ക്, റോമിൽ നിന്ന് സ്പെയിനിലേക്ക്, ഈ 3 പട്ടണങ്ങളിലേക്ക് കടലിൽ കൂടെ മാത്രം യാത്ര ചെയ്താൽ, ഒരു റഫ് എസ്റ്റിമേറ്റ് അനുസരിച്ച് അതിനെക്കുറിച്ച് പഠിച്ചവരെഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്: 3000-ത്തിലധികം മൈലുകളാണ് താൻ യാത്ര ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതിനിടയ്ക്ക് കരമാർഗം കൂടൊക്കെ യാത്ര ചെയ്താൽ അതിലും കൂടും. കടലിൽ കൂടെ മാത്രം യാത്ര ചെയ്താൽ 3000-ത്തിലധികം മൈലുകളാണ് തൻ്റെ ഈ 3 ഡെസ്റ്റിനേഷനിലേക്ക്, 3 ലക്ഷ്യങ്ങളിലേക്ക് പൗലോസ് യാത്ര ചെയ്യുമ്പോൾ തനിക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ലാതെ ഇരുന്ന ഒരു കാലത്താ പൗലോസ് ഇത് പറയുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങൾ വഴിമധ്യേ ഉണ്ടാകാം, എത്രയെത്ര അപകടങ്ങൾ ഉണ്ടാകാം, കള്ളന്മാരും കൊള്ളക്കാരും കപ്പൽ ഛേദവും പ്രകൃതി ദുരന്തങ്ങളും എന്നു വേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ ഈ 3000-ത്തിലധികം മൈലുകൾ താൻ യാത്ര ചെയ്യുമ്പോഴുണ്ട്. എന്നാൽ പൗലോസ് വളരെ
കാഷ്വലിയാണ് ഈ കാര്യം പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഭയങ്കര അതിശയം തോന്നി. കാരണം കർത്താവിന്റെ കൃപയിൽ താൻ ആശ്രയിച്ച് താൻ പറയുന്നതാകുന്ന ഈ വാക്കുകൾ എത്രയധികം ചലഞ്ചിങ് ആണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയിൽ നമുക്ക് കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ എന്നോ വലിയ പ്രശ്നങ്ങളായില്ലേ. അല്പം ചില ട്രാഫിക് ജാം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ഫ്രസ്ട്രേറ്റഡ് ആകും അല്ലേ. 10 മിനിറ്റ് ട്രാഫിക് ജാമിൽ കിടന്നാൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകും. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഗ്രീൻ ആയിരുന്ന ലൈറ്റ്, എൻ്റെ കാര്യം നമുക്ക് പറയുന്നേ, ഗ്രീൻ ആയിരുന്ന ലൈറ്റ് റെഡ് ആകുമ്പോൾ എന്തോ ഒരു ഫ്രസ്ട്രേഷനാ. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ നമ്മുടെ ലൈൻ ഒന്ന് കട്ട് ചെയ്താൽ എന്തോ ഒരു പ്രയാസമാ. എന്നാൽ ശ്രദ്ധിച്ചേ, പിന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ ഹാളിലോ യോഗത്തിനൊക്കെ വരുന്ന എന്നോ ബുദ്ധിമുട്ടല്ലേ, പോരാഞ്ഞിപ്പം ട്രാഫിക് ജാം, പാർക്കിങ്ങിന്റെ ബുദ്ധിമുട്ട്, അയ്യോ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നമാണ് നമുക്ക്. എന്നൊന്ന് ശ്രദ്ധിച്ചേ ഈ മനുഷ്യൻ പറയുന്നത്. എന്നായി പറയുന്നേ, 3000-ലധികം മൈലുകൾ. താൻ പറയുക, എന്റെ ചിന്ത, ഞാൻ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് തീരുമാനിച്ചേക്കുന്നത്, എനിക്കിപ്പോൾ ഇവിടുന്ന് കൊരിന്തി വെച്ചാണ് ഇത് എഴുതുന്നത്. ഇപ്പം ഞാൻ റോമിലോട്ട് യെരുശലേമിലോട്ട് പോകുന്നു. അവിടെ നിന്ന് ഞാൻ റോമിലോട്ട് പോകുന്നു. അവിടെ നിന്ന് ഞാൻ സ്പെയിനിലേക്ക് പോകുന്നു. എൻ്റെ പ്രിയരെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ യാത്രയിലെ പ്രശ്നങ്ങളെക്കാൾ അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ ഈ ബുദ്ധിമുട്ടുകളെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ലക്ഷ്യം എന്താണെന്നും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്നും മനസ്സിലാക്കുമ്പോഴേ നമ്മുടെ കംപ്ലൈന്റ് ഒക്കെ മാറ്റിയിട്ട് നമ്മൾ സന്തോഷത്തോടെ ദൈവസന്നിധാനത്തിൽ വരത്തുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നമുക്കിതൊക്കെ വലിയ പ്രശ്നങ്ങളാ. എന്നാ ഈ മനുഷ്യൻ പറയുന്നത് ശ്രദ്ധിച്ചേ. എന്റെ പ്രിയരെ, അത് നമ്മൾ വളരെ കുറിക്കൊള്ളേണ്ടതാകുന്ന ഒരു പാഠമാണ്. ആകട്ടെ, മുൻപോട്ട് പോകാം. അതിന്റെ 23 24 വാക്യങ്ങളില് പൗലോസ് പറയുന്ന വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാല്, താന് ഈ 3 ദേശത്തേക്കും പോകുവാനായിട്ട്, അല്ലെങ്കിൽ റോമിലേക്ക് താൻ പോകാനായിട്ട് തീരുമാനിക്കുന്നതിന് കാരണമായിട്ട് താൻ പറയുന്ന 3 കാരണങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമതായിട്ട് അതിന്റെ 23 വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇപ്പോഴും എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ല. താൻ ചിന്തിക്കുക, ഈ ദിക്കുകളിൽ എനിക്ക് സ്ഥലമില്ല. കാരണം മുകളിൽ തന്റെ ആ മിഷണറി പോളിസി താൻ പറഞ്ഞു കഴിഞ്ഞു. സുവിശേഷം അറിയിച്ചിട്ടുള്ള ഇടങ്ങളിലല്ല, മറ്റുള്ളിടത്തേക്കാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. ആസിയയിലും ഏകദേശം ഈ അഖായൻ ലീഗ്, മാസിഡോണിയ തുടങ്ങിയ ആ ദേശങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ സുവിശേഷം ചെന്ന് കഴിഞ്ഞു. ഇനി ഈ ദിക്കുകളിൽ എനിക്ക് സ്ഥലമില്ല, അതുകൊണ്ട് എനിക്ക് പുതിയ സ്ഥലത്തേക്ക് പോകണം. നമ്പർ 1. രണ്ടാമതായിട്ട് താൻ അതേ വാക്യത്തിൽ മറ്റൊരു കാരണം പറയുന്നുണ്ട്. അങ്ങോട്ട് വരുവാനായി അനേക സംവത്സരമായിട്ട് എനിക്ക് വാഞ്ചയുണ്ട്. ഇത് 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പൗലോസ് പറഞ്ഞതാ. എനിക്ക് അങ്ങോട്ട് വരാനുള്ളതാകുന്ന താല്പര്യമുണ്ട്. അപ്പോൾ 1 പറഞ്ഞു, ഇനി ഈ ദിക്കുകളിൽ എനിക്ക് സ്ഥലമില്ല. 2, അങ്ങോട്ട് വരാനായിട്ട് പണ്ട് മുതലേ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. 3-ാമതായിട്ട് ഒരു കാരണം കൂടെ അതിനോടുള്ള ബന്ധത്തില് താൻ പറയുന്നുണ്ട്. അതിന്റെ അതേ വാക്യത്തിൽ തന്നെ 23-ാമത്തെ വാക്യത്തിൽ തന്നെ, അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, ഞാൻ സ്പാനിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിയിൽ നിങ്ങളെ കാണുവാനും പിന്നെ നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സ്പെയിനിലേക്കുള്ള തൻ്റെ ഇവാഞ്ചലൈസേഷൻ ട്രിപ്പ്, ഈ 3 കാര്യങ്ങൾ ഒന്നിച്ചു ചേർത്തപ്പം പൗലോസ് ചിന്തിച്ചു, റോമിലേക്ക് പോകാം. നോക്കണം, അപ്പോ ഒരു ഡിസിഷൻ ദൈവത്തിന്റെ പ്രൊവിഡൻസിൽ, ദൈവത്തിന്റെ കരുതലിൽ ഒരു ഡിസിഷനിലേക്ക് താൻ വരാനായിട്ട് ഈ 3 ഫാക്ടേഴ്സ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ആ 3 കാര്യങ്ങൾ
താൻ മനസ്സിൽ ചിന്തിച്ച് ഇനിയും എനിക്ക് ഈ ദിക്കുകളിൽ സ്ഥലമില്ല, നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ താല്പര്യമുണ്ട്, സ്പെയിനിലേക്ക് ഞാൻ പോകാൻ പോകുക. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങി നിങ്ങളെ കണ്ട് പോകുവാനായിട്ട് ഈ 3 കാര്യങ്ങളാണ് താൻ റോമിലേക്ക് പോകാനായിട്ട് താൻ താല്പര്യപ്പെടുന്നത്. എന്നാൽ അതിന്റെ 25 മുതലുള്ളതാകുന്ന വാക്യങ്ങൾ, റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ 25 മുതൽ 27 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ അതിനു മുൻപ് താൻ ചെയ്യാൻ പോകുന്ന ഒരു യാത്രയെക്കുറിച്ച് പറയുക. ആദ്യം റോമിലേക്കുള്ള യാത്രയെക്കുറിച്ച് പറഞ്ഞു, അതിന്റെ കാരണങ്ങൾ പറഞ്ഞു. 2, താൻ യെരുശലേമിലേക്ക് പോകാനുള്ള തന്റെ യാത്രയെക്കുറിച്ചും അതിന്റെ കാരണങ്ങളുമാണ് തുടർന്നുള്ളതാകുന്ന വാക്യങ്ങളിൽ താൻ പറയുന്നത്. അതിന്റെ 25-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, യെരുശലേമിലേക്കുള്ളതാകുന്ന തന്റെ യാത്രയുടെ ഉദ്ദേശമായിട്ട് താൻ പറയുന്നതാകുന്ന കാര്യം, അവിടെയുള്ളതാകുന്ന വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് ഞാൻ യാത്രയാകുന്നു. അതിന്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതെന്ത് ശുശ്രൂഷയാണെന്ന് വ്യക്തമാക്കുന്ന വാക്കുകളാണ് 26-ാമത്തെ വാക്യം. 25-ാമത്തെ വാക്യത്തിൽ താൻ യെരുശലേമിലേക്ക് പോകുന്നതിന്റെ കാരണം പറയുന്നു. 26-ാമത്തെ വാക്യത്തിൽ ഏത് നിലയിലുള്ള ശുശ്രൂഷയാണ് താൻ അവിടെ ചെയ്യാൻ പോകുന്നത്, അവിടെയുള്ളതാകുന്ന വിശുദ്ധന്മാരെ ഭൗതികമായി താൻ സഹായിപ്പാൻ ഒരു പ്ലാൻ ഇട്ടിരിക്കുന്നു. 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ ശുശ്രൂഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് താൻ വിശദീകരിക്കുന്നു. ഈ 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇതൊന്ന് ഓരോന്നായിട്ട് ചിന്തിച്ച് നമുക്ക് പെട്ടെന്ന് മുൻപോട്ട് പോകാം. 26-ാമത്തെ വാക്യത്തിൽ 26-ാം വാക്യം ഒന്ന് വായിച്ചേ. നോക്കുക, യെരുശലേമിലെ വിശുദ്ധന്മാരിൽ, അതായത് യെരുശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക്, ആ പദപ്രയോഗം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ യെരുശലേമിലെ വിശുദ്ധന്മാരിൽ കുറച്ചുപേര് എങ്ങനെയുള്ളവരായിരുന്നു? അപ്പൊ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് പറഞ്ഞ് അങ്ങ് മുൻപോട്ട് പോകട്ടെ. അപ്പൊ വളരെ ക്ലിയറാ, വിശുദ്ധന്മാരിൽ ആരുണ്ടായിരുന്നു? അപ്പോൾ ഇന്ന് പറയുന്ന ആത്മീക സമ്പന്നത ഒരു വ്യക്തിക്കുണ്ടായാൽ അവൻ ഭൗതികമായിട്ട് സമ്പന്നനാകും എന്ന് പറയുന്ന തിയോളജി ഇവിടെ ചേരുന്നില്ല. യെരുശലേമിലെ വിശുദ്ധന്മാരിൽ ആരുണ്ടായിരുന്നു? ദരിദ്രന്മാരുണ്ടായിരുന്നു. ആ കാര്യം വളരെ ക്ലിയറാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആ വിശുദ്ധന്മാരുടെ അവിശ്വാസം കൊണ്ടാണ് ഈ ദാരിദ്ര്യം ഉണ്ടായതെങ്കിൽ പൗലോസ് പറഞ്ഞേനെ, സഹോദരന്മാരെ, നിങ്ങളുടെ അവിശ്വാസം കൊണ്ടുണ്ടായ ദാരിദ്ര്യം മാറാൻ വേണ്ടി നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറയത്തില്ലായിരുന്നോ? പറയുമായിരുന്നു. അല്ല, ആ വിശുദ്ധന്മാരെ ആരെങ്കിലും ശപിച്ചതുകൊണ്ടായിരുന്നു അവർക്ക് ദാരിദ്ര്യമുണ്ടായതെങ്കിൽ പൗലോസ് പറഞ്ഞേനെ, സഹോദരന്മാരെ, നിങ്ങളുടെ ശാപം മുറിക്കാനായി ഞാൻ അങ്ങോട്ട് വരാൻ പോകുകയാണ് എന്ന് പറഞ്ഞേച്ച് അവിടെ ശാപം മുറിക്കൽ പരിപാടി തുടങ്ങിയേനേമായിരുന്നു. കേഴ്സ് ബ്രേക്കിംഗ്. ഇതൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധന്മാർ ദരിദ്രരായി തീർന്നത് അവരുടെ അവിശ്വാസം കൊണ്ടുമല്ല, അവരെ ആരെങ്കിലും ശപിച്ചതുകൊണ്ടുമല്ല, അവരുടെ അമ്മയപ്പന്മാരോ പൂർവികന്മാരോ ചെയ്ത ഏതേലും പാപം കൊണ്ടുമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനിയും ഒരു കാര്യം കൂടെ അവിടെ ശ്രദ്ധിക്കണം. അപ്പം ദരിദ്രരായ വിശുദ്ധന്മാരവിടെ ഉണ്ടായിരുന്നു. ഇനിയും ഈ ദരിദ്രന്മാരാകുന്ന വിശുദ്ധന്മാരെ സഹായിപ്പാൻ എവിടുന്നാ പൗലോസ് കളക്ട് ചെയ്യുന്നതെന്നൂടെ ചിന്തിച്ചാൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണത്. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 1 മുതൽ വായിച്ചേ. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 1 മുതൽ. ധനികന്മാരോടാണോ പൗലോസ് കളക്ട് ചെയ്യുന്നത്? അല്ല. വായിച്ചു.
അറിയിക്കുന്നു. അപ്പൊ ഈ ധർമ്മശേഖരണത്തെ കുറിച്ചാണ് കൊരിന്ത്യ ലേഖനത്തിൽ എഴുതുന്നത്. ഈ പറയുന്ന ധർമ്മശേഖരണത്തെ കുറിച്ചാണ്. കൊരിന്ത്യരുടെ 1-ാം ലേഖനം 16-ാം അധ്യായം 1 മുതലും ഇതേ കാര്യം പൗലോസ് പറയുന്നുണ്ട്. 2-ാം ലേഖനത്തിലും ഇതേ കാര്യം പറയുന്നു. എന്നിട്ട് പറയുക, കൊരിന്തിലുള്ള വിശുദ്ധന്മാരോട് പറയുക, മക്കദോന്യയിലുള്ള വിശുദ്ധന്മാർക്കും അഖായയിലുള്ളവർക്കും ഇഷ്ടം തോന്നി. അത് താഴോട്ട് പറയുന്നല്ലോ. അപ്പൊ ഈ മക്കദോന്യയിലുള്ള വിശുദ്ധന്മാരെങ്ങനെയുള്ളവരായിരുന്നു? അതിന്റെ അടുത്ത വാക്യം വായിച്ചേ, 2 കൊരിന്ത്യർ 8-ന്റെ. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും. അയ്യോ, അപ്പൊ യെരുശലേമിൽ മാത്രമല്ലായിരുന്നു പ്രശ്നം, പിന്നെ എവിടെ ഉണ്ടായിരുന്നു പ്രശ്നം? അപ്പൊ പൗലോസ് ഈ തിയോളജി മുഴുവൻ തെറ്റാ, ഞങ്ങൾ പറയുന്ന തിയോളജിയാ ശരി. അങ്ങനെയാണ് ഈ പുസ്തകമേ അങ്ങ് മാറ്റി വെക്കേണ്ടി വരും. വാസ്തവത്തിൽ അതാ അവർ ചെയ്യുന്നതും. ശ്രദ്ധിക്കണേ. അപ്പോൾ എവിടെ ഉണ്ടായിരുന്നു ദരിദ്രന്മാർ? മക്കദോന്യയിലും ഉണ്ടായിരുന്നു ദരിദ്രന്മാർ. അവരോടാണ് ധർമ്മം ശേഖരിച്ചേച്ച് ഈ ധർമ്മശേഖരവും കൊണ്ട് എങ്ങോട്ട് പോകുകയാ? യെരുശലേമിലോട്ട് പോകുകയാ. യെരുശലേമിലുള്ള വിശുദ്ധന്മാർ എങ്ങനെയാ ദരിദ്രരായി തീർന്നതെന്നും നമുക്കറിയത്തില്ല. ഒരു പക്ഷേ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ അഗബാസ് എന്ന പ്രവാചകൻ പ്രവചിക്കുന്നത് കാണുന്നുണ്ടല്ലോ, ഒരു വലിയ ക്ഷാമം ഉണ്ടാകും. ഒരുപക്ഷെ ആ ക്ഷാമത്തോടുള്ള ബന്ധത്തിലാകും. എനിവേ, നമുക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവില്ല. എനിവേ, അവിടെയുള്ള വിശുദ്ധന്മാരിൽ ഭൂരിഭാഗം പേരും ദരിദ്രരായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് വ്യക്തമാണ്. ഇനി പൗലോസ് കൊരിന്തിൽ നിന്നും മക്കദോന്യ സഭകളിൽ നിന്നുമൊക്കെ ഈ വിശുദ്ധന്മാർക്ക് വേണ്ടി താൻ ധർമ്മശേഖരം നടത്തുമ്പോൾ താഴോട്ട് താൻ പറയുന്ന ഒരു കാര്യം, ഈ ധർമ്മശേഖരം എന്നുള്ളത് 27-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്ന ഒരു കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അവർക്കിഷ്ടം തോന്നി എന്ന് മാത്രമല്ല, അത് അവർക്ക് കടവുമാകുന്നു. നോക്കുക, അതിന്റെ കാരണം എന്തെന്നറിയാമോ? ജാതികൾ അവരുടെ ആത്മീക നന്മകളിൽ കൂട്ടാളികളായെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ ഭൗതിക നന്മകളിൽ എന്ത് ചെയ്യണം? കൂട്ടാളികൾ ആയെങ്കിൽ ഐഹിക നന്മകളിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കടമ്പട്ടിരിക്കുന്നുവല്ലോ. ഒരു കടപ്പാടായിട്ട് താൻ പറയുകയാണ്. യെരുശലേമിലുള്ള യഹൂദന്മാരാകുന്ന വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ അവരുടെ ഭൗതിക വിഷയങ്ങളിൽ ജാതികളുടെ കോൺട്രിബ്യൂഷൻ ആവശ്യമായിരിക്കുന്നു. ഇത് കേവലം അവരുടെ ഭൗതിക വിഷയങ്ങളിൽ സഹായിക്കുക എന്നുള്ളത് മാത്രമല്ല പൗലോസിന്റെ ഇവിടുത്തെ ലക്ഷ്യം എന്നുള്ളത് പിന്നീടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവിടെ മറ്റൊരു ലക്ഷ്യം കൂടെയുണ്ട്. മറ്റൊരു ലക്ഷ്യം എന്താണെന്നറിയാമോ? യെരുശലേമിലുള്ള വിശുദ്ധന്മാർ ജാതികളുടെ കരങ്ങളിൽ നിന്നും അത് ഏറ്റുവാങ്ങിയാൽ പൗലോസ് ഒരു വലിയ ഒരു തൻ്റെ ആ ശുശ്രൂഷയോടുള്ള ബന്ധത്തില് തനിക്കൊരു വലിയ അംഗീകരണം ഉണ്ടാകാൻ പോകുകയാണ്. കാരണം ജാതികളെ അവർ സുവിശേഷം കേട്ട് വിശ്വസിച്ചെങ്കിലും യഹൂദ ക്രിസ്ത്യാനികൾ പലരും ജാതികളെ അങ്ങനെ അംഗീകരിച്ചിട്ടില്ല. മാത്രമല്ല, അവര് പരിച്ഛേദന ഏൽക്കുകയും മോശ കൽപ്പിച്ചതാകുന്ന ചില പ്രമാണങ്ങളൊക്കെ ചെയ്യുകയും വേണം, എങ്കിലേ അവരെ അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ജൂവിഷ് ജെന്റൈൽ ടെൻഷൻ ആ കാലത്തുണ്ട്. ഈ സന്ദർഭത്തിൽ ഈ ധർമ്മശേഖരം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഭൗതിക വിഷയങ്ങളിൽ സഹായിക്കുന്നു എന്നുള്ളത് പ്രാധാന്യമുള്ളതാണെങ്കിൽ കൂടെയും അതിനേക്കാൾ ഉപരി ഒരു ആത്മീകമാകുന്ന ഐക്യതയോടുള്ള ബന്ധത്തിലാണ് പൗലോസ് ഈ ധർമ്മശേഖരം നടത്തുന്നത്. അതുകൊണ്ടാണ് കൊരിന്തിലുള്ളവർക്കും ഒക്കെ താൻ ലേഖനം എഴുതിയപ്പോൾ ഈ കാര്യം പറയുന്നത്. നിങ്ങൾ ചരതിച്ചു വെക്കണമെന്നും ഞാൻ വരുമ്പോൾ അത് കൊണ്ടുപോകാമെന്നൊക്കെ അവരോട് പറയുന്നതിന്റെ കാരണം അതാ. കേവലം ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസിനുള്ള ഒരു അപ്പീലല്ലായിരുന്നു ഈ ധർമ്മശേഖരം. അതിനേക്കാൾ ഉപരി ജാതികളും യഹൂദന്മാരും തമ്മിലുള്ളതാകുന്ന ആ അനൈക്യതയും അവർക്ക് തമ്മിൽ അംഗീകരിപ്പാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഒന്ന് മാറി അന്യോന്യമുള്ളതാകുന്ന ഒരു കൂട്ടായ്മ ബന്ധത്തിൽ അവർ
ഉറപ്പിക്കപ്പെടുക എന്ന ലക്ഷ്യവും ഇതിനകത്തുണ്ടായിരുന്നു. അത് നമുക്ക് വ്യക്തമാകുന്നത് അടുത്ത വാക്യങ്ങൾ പഠിക്കുമ്പോഴാണ്. അത് വ്യക്തമാകുവാനായിട്ട് അടുത്ത വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ അതിന്റെ 30 മുതൽ 33 വരെയുള്ളതാകുന്ന വാക്യങ്ങളാണ് തുടർന്നുള്ള സമയം മുഴുവൻ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാൻ പോകുന്നത്. അവിടെ പല കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തതയോടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, പ്രാരംഭമായിട്ട് ആ കാര്യം അങ്ങനെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് വരികയാണ്. ആകട്ടെ, നമുക്ക് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. അതിന്റെ 30 മുതൽ 33 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ. എനിക്ക് തോന്നുന്നത് മലയാളം വേദപുസ്തകത്തിൽ 33-ാമത്തെ വാക്യം വരെയുണ്ട്. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ 32 വാക്യമേ ഉള്ളൂ അല്ലേ? യെസ്. 33 ഉണ്ടോ? ഓക്കെ. എനിവേ ലെറ്റ്സ് റീഡ്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. 33 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ. പ്രസാദകരമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്നോടുകൂടെ മനം നൽകേണ്ടതിനും ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം എന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെ ഓർമ്മിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നോക്കുക, ഈ ഭാഗം ശ്രദ്ധിക്കുന്നതിന് മുൻപേ നമുക്കറിയാം പൗലോസ് 3 ഡെസ്റ്റിനേഷനെ കുറിച്ച്, ഞാൻ 2 ഡെസ്റ്റിനേഷനെ കുറിച്ചേ പറഞ്ഞുള്ളൂ. 1 യെരുശലേമിലേക്ക് താൻ പോകുന്നു, 2 റോമിലേക്ക് വരുന്നു, 3-ാമതായിട്ട് താൻ സ്പെയിനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. സ്പെയിനിലേക്കുള്ള പൗലോസിന്റെ യാത്രയെ കുറിച്ച് വേദപുസ്തകത്തിൽ തെളിവില്ല, എങ്കിലും താൻ യാത്ര ചെയ്ത് കാണും എന്ന് ന്യായമായി ചിന്തിക്കാവുന്നതാണ്. കാരണം അപ്പോസ്തല പ്രവൃത്തി 28-ാമത്തെ അധ്യായം ത്തിൽ നമ്മൾ വായിക്കുന്നത് അവിടെ ഏകദേശം 2 വർഷങ്ങൾ റോമിൽ താൻ പാർത്തു എന്നുള്ളത് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുക. പക്ഷെങ്കിൽ ഫിലേമോൻ എഴുതുന്ന ലേഖനത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പൗലോസ് ആ ഇംപ്രിസൺമെന്റിൽ നിന്ന്, ആ തടവിൽ നിന്ന് താൻ രക്ഷപ്പെട്ടു എന്ന് ന്യായമായി ചിന്തിക്കാവുന്നതാണ്. കാരണം ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്നും അപ്പോഴെനിക്ക് വേണ്ടി ഒരു റൂം തയ്യാറാക്കണമെന്നും ഒക്കെ റോമിൽ നിന്ന് ഫിലേമോൻ എഴുതുന്നുണ്ട്. അപ്പോൾ ന്യായമായിട്ട് പൗലോസ് റോമിലെ ആ ആദ്യത്തെ ഇംപ്രിസൺമെന്റിന് ശേഷം താൻ റിലീസായി കാണും. അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പിന്നീട് താൻ സ്പെയിനിലേക്ക് പോയി കാണും. അതിനെക്കുറിച്ച് വ്യക്തമാകുന്ന രേഖകളില്ല. എനിവേ, അത് അവിടെ അങ്ങനെ നിൽക്കട്ടെ. എന്നാൽ ഈ 30 മുതലുള്ളതാകുന്ന വാക്യങ്ങളിൽ പൗലോസ് തന്റെ പ്രാർത്ഥന താൻ ഈ സഹോദരന്മാരോട് ആവശ്യപ്പെടുകയാണ്. കാരണം വളരെ, ഞാൻ പറഞ്ഞു, മുകളിൽ പറഞ്ഞതാകുന്ന ഈ കളക്ഷനോടുള്ള ബന്ധത്തിലാണ്, തന്റെ യാത്രയോടും കളക്ഷനോടുമുള്ള ബന്ധത്തിലാണ് ഇവരുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ യാത്രയെക്കുറിച്ചും കളക്ഷനെ കുറിച്ചും അത്രയും കാര്യങ്ങൾ പറഞ്ഞത്, മനസ്സിലാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അടുത്ത ഈ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ പൗലോസ് പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. പൗലോസ് ഈ റോമിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി താൻ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത് 1-ാമത്തെ അധ്യായം അതിന്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ അവർക്കു വേണ്ടി ഈ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമല്ല, അവിടെയുള്ള വിശുദ്ധന്മാരോട് തനിക്ക് വേണ്ടിയും താൻ പ്രാർത്ഥിപ്പാനായിട്ട് ഇവിടെ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ ആ പ്രാർത്ഥനയിൽ അവരെന്താ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് അവരോട് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥനയെ താൻ വിശേഷിപ്പിക്കുന്ന ഒരു പദപ്രയോഗം ഒന്ന് വിശദീകരിച്ച് ഞാൻ മുൻപോട്ട് പോകാം. ഇവിടെ പ്രാർത്ഥനയെ പൗലോസ് ഒരു പോരാട്ടമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. പ്രാർത്ഥനയെ നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? എന്നോടുകൂടെ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ പോരാടണം. ഈ പദമൊക്കെ നമുക്ക് വലിയ ഇഷ്ടമുള്ളൊരു പദം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പദം തന്നെ ഒന്ന് വിശദീകരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. പോരാട്ടം. ആകട്ടെ, എന്താണ് പൗലോസ് ഇവിടെ പറയുന്ന ഈ പോരാട്ടം? ആ ഭാഗം നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ഒന്നാമതായിട്ട് പ്രാർത്ഥനയിൽ ഇവിടെ പൗലോസ് ആരോടാ പോരാടുന്നെന്നൊന്നും എഴുതിയിട്ടില്ല. അങ്ങനെ ആരോട് പോരാടുന്നു എന്ന് എഴുതിയിട്ടില്ലാത്തത് കൊണ്ട് പലരും ചിന്തിക്കുന്ന എങ്ങനെ വേണേലും അത് വ്യാഖ്യാനിക്കാമെന്നുള്ളതാ. പിശാചിനോടുള്ള പോരാട്ടമുണ്ട്, നിശ്ചയമായിട്ടുമുണ്ട്. എന്നാൽ ദൈവത്തോട്
പോരാടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. പിന്നെ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരും യാക്കോബ് പോരാടിയ കാര്യം. ഇപ്പൊ ആ ഭാഗത്തേക്ക് എനിക്ക് പോകാൻ നേരമില്ല. യാക്കോബ് വാസ്തവത്തിൽ എന്താ ചെയ്തതെന്നുള്ളതും ദൈവം എന്താ ചെയ്തതെന്നുള്ളത് അത് ഓൾ ടുഗദർ ഒരു ഡിഫറെന്റ് വിഷയമാണ്. ആ വിഷയത്തിലേക്ക് ഞാൻ ഇപ്പൊ പോകുന്നില്ല. പോയി കഴിഞ്ഞാൽ നമുക്ക് അത് പറയാനേ നേരമുള്ളൂ. ആകട്ടെ, നമ്മൾ ഇവിടോട്ട് ഫോക്കസ് ചെയ്യാൻ പോകുക. പൗലോസ് പറയുക, ഞാൻ പ്രാർത്ഥനയിൽ പോരാടുകയാണ്. നിശ്ചയമായിട്ടും പ്രാർത്ഥനയിലുള്ള തൻ്റെ പോരാട്ടം തൻ്റെ വഴി നടപ്പാക്കാനുള്ള ഒരു പോരാട്ടമല്ലെന്നുള്ളത് വ്യക്തമാണ്. ഒന്ന്, എന്തുകൊണ്ടാണ് വ്യക്തമാക്കുന്നത്? താഴെ പറയുന്നു, ദൈവഹിതത്താൽ എനിക്കങ്ങോട്ട്, അങ്ങനെയാണോ പറയുന്നേ? ദൈവേഷ്ടത്താൽ. എന്നാ നിങ്ങളുടെ പുസ്തകത്തിലെ വാക്യം ഇല്ലേ? 31 വാക്യം, ദൈവേഷ്ടത്താൽ. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ പോരാട്ടം തൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ള പോരാട്ടമല്ലെന്നുള്ളത് വ്യക്തമാണ്. കാരണം ദൈവത്തിന്റെ ഇഷ്ടത്താലേ എനിക്ക് അങ്ങോട്ട് വന്നേച്ചാൽ മതി. അപ്പം ദൈവം എൻ്റെ ഇഷ്ടമനുസരിച്ച് തിരിഞ്ഞു വരണമെന്ന് പറഞ്ഞ് പോരാടുകയും ഒന്നുമല്ല ഇവിടെ പൗലോസ് ചെയ്യുന്നത്. മാത്രമല്ല, പ്രാർത്ഥനയുടെ അടിസ്ഥാന തത്വമായിട്ട് യേശു പഠിപ്പിച്ചത് എന്തുവാ? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ എന്തുവാ? സ്വർഗസ്ഥനാകുന്ന ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരയണമേ, ആഹാ, നിന്റെ ഇഷ്ടം. അപ്പൊ പ്രാർത്ഥനയുടെ അടിസ്ഥാന തത്വം എന്തുവാ? നിന്റെ ഇഷ്ടം. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടമാണല്ലോ പ്രാർത്ഥന. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് പ്രാർത്ഥന പോരാട്ടമാകുന്നത്. ഞാൻ വിശദീകരിക്കാം. ദൈവത്തിന്റെ ഇഷ്ടമുണ്ട്, പിന്നെ എൻ്റെ ഇഷ്ടമുണ്ട്. എനിക്കെപ്പോഴും താല്പര്യം എന്താണെന്നറിയാമോ? എൻ്റെ ഇഷ്ടം നടക്കണമെന്നാ. അപ്പോൾ എൻ്റെ ഇഷ്ടം നടക്കണമെന്നുള്ള എന്റേതാകുന്ന ഇച്ഛകളും ചിന്തകളും താല്പര്യങ്ങൾക്കും അതീതമായി ദൈവത്തിന്റെ ഇഷ്ടം നടക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെങ്കിൽ അത് ഭയങ്കര പോരാട്ടം തന്നെയാ. കാരണം എനിക്ക് എന്നെ തന്നെ കീഴടക്കിയാലേ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? അതുകൊണ്ടാണ് പ്രാർത്ഥന എന്നുള്ളത് പോരാട്ടമെന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത്. പ്രാർത്ഥനയെന്ന് പോരാട്ടമെന്ന് പൗലോസ് മറ്റൊരിടത്തും വിശേഷിപ്പിച്ചിട്ടുണ്ട്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരാകേണ്ടതിന് അവൻ നിങ്ങൾക്ക് വേണ്ടി, എപ്പഫ്രാസ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ എന്ത് ചെയ്യുന്നു? പോരാടുകയാണ്. അപ്പൊ പൗലോസ് ഇവിടെ മാത്രമല്ല ഈ അനുഭവത്തെ, അതായത് ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിലെ പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ട്രഗിൾ. വൈ ഇറ്റ് ഈസ് എ സ്ട്രഗിൾ? ഇറ്റ് ഈസ് സോ ഡിഫിക്കൽട്ട്. There is a struggle involved in discerning and desiring God's will and desire it above everything else. സകലത്തിനേക്കാളും ഉപരിയായി ദൈവഹിതം എന്റെ ജീവിതത്തിൽ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് ഇറ്റ് ഈസ് റിയലി എ സ്ട്രഗിൾ. അത് നിശ്ചയമായിട്ടും ഒരു സ്ട്രഗിളാ. അതൊരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ പ്രാർത്ഥനയെ കുറിച്ച് ഒന്നാമത് താൻ പറയുന്നത് ഇതൊരു പോരാട്ടമാണ്. 2, പൗലോസിന്റെ പ്രാർത്ഥനയുടെ റിക്വസ്റ്റ്
എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കണം. ഈ പ്രാർത്ഥനയിൽ ഇവിടെ താൻ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ തൻ്റെ അപേക്ഷകൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് തൻ്റെ യെരുശലേമിലേക്കുള്ള യാത്രയാണ് തൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ആ പ്രധാനപ്പെട്ട വിഷയത്തിൽ താൻ 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, യെരുശലേമിലുള്ള അവിശ്വാസികളുടെ കയ്യിൽ നിന്നും ദൈവം തന്നെ വിടുവിക്കണം, തന്നെ രക്ഷിക്കണം. 2, യെരുശലേമിലേക്ക് താൻ ഈ കൊണ്ടുപോകുന്ന ധർമ്മശേഖരണം അവിടെയുള്ള വിശുദ്ധന്മാർക്ക് പ്രസാദകരമാകണം. ഈ 2 കാര്യങ്ങളാണ് താൻ അവിടെ പറയുന്നത്. ഒന്ന്, യെരുശലേമിലുള്ളതാകുന്ന അവിശ്വാസികളുടെ കയ്യിൽ നിന്നും ദൈവം, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണമേ, വളരെ പ്രധാനമുള്ള വിഷയമാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. യെരുശലേമിലുള്ള അവിശ്വാസികളുടെ കയ്യിൽ നിന്നും തന്നെ രക്ഷിക്കണം. 2, യെരുശലേമിലുള്ളതാകുന്ന വിശുദ്ധന്മാർക്ക് താൻ ഈ കൊണ്ടുപോകുന്നതാകുന്ന ആ വേദഭാഗം ഒന്ന് വായിക്കാനായിട്ട് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കിട്ടാൻ വേണ്ടി ദയവായിട്ടൊന്ന് വായിച്ചേ, ദയവായിട്ട് പ്ലീസ് അങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. യെസ്. നിങ്ങളോട് കൂടെ മനം തറക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോട് കൂടെ പോരാടണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ആത്മാവിന്റെ സ്നേഹത്തെ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നോക്കുക, ഇവിടെ ഈ 2 കാര്യങ്ങൾ, 2 ആവശ്യങ്ങൾ താൻ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ മുമ്പേ സൂചിപ്പിച്ച വിഷയം, അതായത് ദൈവേഷ്ടത്താൽ എന്ന് തൻ്റെ പ്രാർത്ഥനയുടെ റിക്വസ്റ്റിനെ, തൻ്റെ പ്രാർത്ഥനയുടെ അപേക്ഷയെ ദൈവേഷ്ടത്താൽ ഇത് സംഭവിക്കണം എന്ന് താൻ അതിനെ ക്വാളിഫൈ ചെയ്യുക. അതിനോടുള്ള ബന്ധത്തില് പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ നമുക്കവിടെ മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഒന്ന്, ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണെന്നും 2, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ സ്വഭാവം, ദ നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് പ്രെയർ. ശ്രദ്ധിക്കണേ, ഈ പ്രത്യേക വേദഭാഗത്ത് നിന്ന് 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. വൈ ആൻഡ് ഹൗ വി ഷുഡ് പ്രേ എന്ന് പറഞ്ഞാൽ എന്തുദ്ദേശമാണ് പ്രാർത്ഥനയ്ക്കുള്ളത്. 2, എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈ പ്രധാനപ്പെട്ട ഒരു ഉപദേശം തന്നെ പൗലോസിന്റെ ഈ പ്രാർത്ഥന അപേക്ഷയോടുള്ള ബന്ധത്തിൽ ദൈവവചനപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഒന്ന്, നമുക്ക് ആ ഭാഗത്തേക്ക് ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കാം. പൗലോസ് പറയുന്ന ഒരു ക്വാളിഫയിങ് ക്ലോസ്, ദൈവേഷ്ടത്താൽ നിങ്ങളുടെ അടുക്കൽ വരണം, ദൈവേഷ്ടത്താൽ ഈ കാര്യങ്ങൾ സംഭവിക്കണം. അപ്പോൾ ഒന്നാമത്, പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താ? പ്രാർത്ഥനയുടെ ഉദ്ദേശമെന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം വളച്ചൊടിച്ച് അല്ലെങ്കിൽ എന്റേതാകുന്ന താല്പര്യങ്ങൾക്ക് ദൈവം ഒരു അപ്രൂവൽ തരാനുള്ള മുഖാന്തരമല്ല പ്രാർത്ഥന. അങ്ങനെയുള്ളതാകുന്ന തെറ്റായ ചിന്തകൾ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള ഒത്തിരി വേദഭാഗങ്ങളുണ്ട്. ഉദാഹരണത്തിന്, കാരണം പത്രോസ് ഒരിക്കൽ പറഞ്ഞതുപോലെ ശേഷം തിരുവഴുത്തുകളെ പോലെ ആ തിരുവഴുത്തുകളും സ്വന്തം നാശത്തിനായി കോട്ടിക്കളയുന്നു എന്ന് പറയുന്നത് പോലെ ഒത്തിരി തിരുവഴുത്തുകൾ കോട്ടിക്കളയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു തിരുവഴുത്താണ് മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് കർത്താവ് ഒരു ഉപമ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അനീതിയുള്ള ഒരു ന്യായാധിപനെ പറഞ്ഞു. എന്നിട്ട് താഴോട്ട് ആ ഭാഗം എനിക്ക് വിശദീകരിപ്പാൻ നേരമില്ല, പറഞ്ഞങ്ങ് പോകാം. എന്നിട്ട് പറഞ്ഞു, നോക്ക്, അനീതിയുള്ള ന്യായാധിപൻ എന്താ പറയുന്നേ? അവൻ പറയുക, ഇവൾ ഒടുവി വന്ന് എന്റെ കാരണത്തടിക്കും, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുക, അവളുടെ കാര്യം. എന്നാൽ നമ്മൾ ഒരു കാര്യം പ്രത്യേകിച്ച് അവിടെ ശ്രദ്ധിക്കണം. അവിടെ ദൈവത്തെ അനീതിയുള്ള ന്യായാധിപനോട് ഉപമിച്ചല്ല പറഞ്ഞേക്കുന്നത്. പിന്നെയോ അവിടെ ദൈവത്തെ അനീതിയുള്ള ന്യായാധിപനുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്താ പറഞ്ഞേക്കുന്നേ. ഞാൻ എന്താ പറഞ്ഞ മനസ്സിലായോ?
ഉപമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? ഇന്നതുപോലെ എന്ന് പറയുകയാണ്. എന്നാ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അനീതിയുള്ള ന്യായാധിപന അങ്ങനെ ചെയ്യുമെങ്കിൽ ദൈവമോ, നോക്കണേ, ദൈവമോ രാപകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാണെങ്കിലും വേഗത്തിൽ പറയുന്ന മനസ്സിലായ, ദൈവത്തെ അവിടെ അനീതിയുള്ള ന്യായാധിപനോട് ഉപമിച്ചേക്കുകയല്ല, നേരെ മറിച്ച് ദൈവം അനീതിയുള്ള ന്യായാധിപൻ ഇത്ര ന്യായബോധമുണ്ടെങ്കിൽ ദൈവം എത്ര നീതിയുള്ളവനാണെന്ന് കോൺട്രാസ്റ്റ് ചെയ്തേക്കുകയാണ് അവിടെ. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, നമ്മുടെ താല്പര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള മാധ്യമമായിട്ടല്ല പ്രാർത്ഥനയെ ദൈവജനം കാണേണ്ടത്. നേരെ മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടമാകാൻ ഞാൻ എന്നെ തന്നെ ദൈവസന്നിധാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹീത ഉപാധിയാണ് പ്രാർത്ഥന. കേട്ടോ, അതുകൊണ്ടാണ് യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തില് ഒരു പ്രോമിസ് പറഞ്ഞിട്ടുണ്ട്. 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം, 1 യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ ഒരു പ്രോമിസ് പറയുന്നുണ്ട്. അവൻ നമ്മുടെ അപേക്ഷ കേൾക്കും, പക്ഷെങ്കിൽ എങ്ങനെ കേൾക്കുമെന്നാ പറഞ്ഞേക്കുന്നത്? ആ പ്രോമിസിനോടുള്ള ബന്ധത്തിൽ ഒരു ഉപാധിയൂടെ വെച്ചിട്ടുണ്ട്, ഒരു അപ്പോൾ പ്രിയമുള്ളവരെ, സകല പ്രാർത്ഥനകളും it should be a variation of the so-called Lord's Prayer. I call it the disciples' prayer. Thy will be done. മത്തായിയുടെ സുവിശേഷം 6:10 നിന്റെ ഇഷ്ടം, അങ്ങയുടെ ഇഷ്ടം നടക്കണമേ എന്ന് പറയുന്നതിന്റെ വേരിയേഷൻ ആയിരിക്കണം സകല പ്രാർത്ഥനകളും. കേട്ടോ, അത് 1-ാമത്തെ വിഷയം. അപ്പൊ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്നുള്ളത് നമ്മുടെ ഈ താല്പര്യം സാധിക്കാനുള്ള കുറുക്കുവഴിയല്ല, നേരെ മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം എന്നിൽ നടക്കാനുള്ള ഉപാധിയാണ് പ്രാർത്ഥന. അത് നമ്മൾ മറന്നു പോകരുത്. ഇതാ ദൈവം വെച്ചേക്കുന്ന കാര്യം. അപ്പൊ എനിക്ക് അതിനോട് ഡീൽ ചെയ്യാൻ ഒത്തിരി വിഷയങ്ങളുണ്ട്. പലരും ഈ അനുഭവങ്ങൾ എടുത്ത് കോട്ട് ചെയ്ത് പറയും. എനിക്ക് അതിനൊക്കെ മറുപടി ദൈവകൃപയാൽ നൽകുവാൻ ദൈവവചന പ്രകാരം കഴിയും. ഇപ്പോഴതിനൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കഴിയുമെങ്കിൽ നമ്മൾ ഈ ലാസ്റ്റ് ക്ലാസിന്റെ അവസാന സമയത്ത് സമയം കിട്ടുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടാകും. അന്ന് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ദൈവവചന പ്രകാരം തൃപ്തികരമായി മറുപടി തരുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ആകട്ടെ, ഞാൻ മുൻപോട്ട് പോകുക. അപ്പൊ പ്രാർത്ഥന എന്നുള്ളത് ഒന്ന്, the purpose of prayer is aligning ourselves to the will of God, not to bend his will in my way. അവിടുത്തെ ഹിതം എന്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന് വളച്ചൊടിച്ച് കാര്യങ്ങൾ സാധിക്കാനുള്ള പരിപാടി അല്ല പ്രാർത്ഥന. പിന്നെയോ ദൈവഹിതത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് പ്രാർത്ഥന. അത് നമ്മൾ മറന്നു പോകരുത്. രണ്ടാമത്, ഈ പ്രാർത്ഥനയുടെ ഒരു സ്വഭാവം ഒന്ന് ശ്രദ്ധിക്കണമേ. ഇവിടെ ഈ പ്രാർത്ഥനയുടെ സ്വഭാവത്തെക്കുറിച്ച് ചില കാര്യം ഞാൻ ഇവിടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ഈ വിഷയം പഠിക്കുകയായതുകൊണ്ട് ഒന്ന് പറഞ്ഞു പോകേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. പലരും പറയുന്നത് എന്നാണെന്നറിയാമോ, നമ്മൾ ഒരു കാര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിരിക്കണം, അത് വളരെ സ്പെസിഫിക് ആയിരിക്കണം, അത് വളരെ വ്യക്തതയായിരിക്കണം, അത് ഭയങ്കര ഉറപ്പോടുകൂടെ പ്രാർത്ഥിക്കണം. വെരി സ്പെസിഫിക് ആൻഡ് വെരി വെരി കോൺഫിഡൻറ്റ് ആൻഡ് സോ പ്രിസൈസ്ലി വി ഷുഡ് പ്രേ. അതിൽ കുറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതായത് അവിടുത്തെ ഹിതം നടക്കണേ കർത്താവേ, നിന്റെ ഹിതം നടക്കണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതൊരു അവിശ്വാസത്തിന്റെ ലക്ഷണമാണെന്നൊക്കെ പഠിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യം ഒന്ന് വിശദീകരിപ്പാൻ എനിക്ക് ആവശ്യമായിട്ടുണ്ട്. ദയവായിട്ട് ശ്രദ്ധിക്കണേ. എന്നാൽ ഈ ലേഖനത്തിൽ തന്നെ പൗലോസ് പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ?
റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ താൻ പറഞ്ഞേക്കുന്നത്, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമുക്കറിയത്തില്ലല്ലോ. അറിയത്തില്ലല്ലോ, പിന്നെങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? എന്നാൽ ഈ കൂട്ടർ പറയുന്നതെന്നറിയോ? അങ്ങനൊന്നും പ്രാർത്ഥിച്ചേക്കരുത്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ പേര് പറയുന്നില്ല. ഏകദേശം 10-12 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയിലുള്ള ഒരു ക്രിസ്ത്യൻ ലീഡർ, അത്രയും പറഞ്ഞ് ഞാൻ പോകുന്നു, പേര് പറയുന്നില്ല. അവിടെ നിന്നിറങ്ങുന്ന ഒരു മാഗസിൻ ഉണ്ട്, തൻ്റെ മാഗസിൻ തന്നെയാണ്. ആ മാഗസിനിൽ ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വായിച്ചതാകുന്ന അദ്ദേഹത്തിൻ്റെ മുഖപ്രസംഗം, എഡിറ്റോറിയൽ, അത് ഞാൻ ഇന്നും മറന്നിട്ടില്ല. അതിങ്ങനെയാ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ഓഫീസിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾക്ക് 25 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവളെന്നും പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ എനിക്കൊരു ഭർത്താവിനെ തരണേ, ഒരു ഭർത്താവിനെ തരണമേ. അനേക നാളുകൾ പ്രാർത്ഥിച്ചു, പക്ഷേ ഭർത്താവിനെ കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് ഞാനീ പറയുന്നേ. അനേക നാളുകൾ പ്രാർത്ഥിച്ചു, ഭർത്താവിനെ കിട്ടിയില്ല. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഒന്നും ദൈവം കേൾക്കുകയില്ല. ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാ. നിനക്ക് എത്ര അടി നീളമുള്ള ഭർത്താവിനെയാ വേണ്ടത്? 5 അടി 9 ഇഞ്ച്. 5 അടി 9 ഇഞ്ച് നീളമുള്ള ഭർത്താവ്. പിന്നെ തൊലിയുടെ നിറം എന്താ വേണ്ടത്? തൊലിയുടെ നിറം നല്ല ഫെയർ ആയിരിക്കണം. മുടിയുടെ കളർ എന്താ വേണ്ടത്? എനിക്ക് തോന്നുന്നത് വെളുത്ത കളർ വേണമെന്നല്ല പറഞ്ഞത്. പിന്നെ മീശ എങ്ങനെ ഇരിക്കണം? താടി മീശ വേണോ? ഫ്രഞ്ച് മീശ വേണോ? അതോ പിന്നെ കൊമ്പം മീശ വേണോ? ഏത് മീശയാ വേണ്ടത്? ഞാനീ പറയുന്ന അതിശയോക്തിയല്ല, ഞാൻ വായിച്ച കാര്യമാണ് പറയുന്നേ. എത്ര മീശയാ വേണ്ടത്? മീശ. പിന്നെ ഒത്തിരി സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞു ഇനി മുതൽ, നാളെ മുതൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. എന്നിട്ട് എഴുതി, 1 മാസത്തിനുള്ളിൽ ഈ പറഞ്ഞ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഒരു ഭർത്താവിനെ കിട്ടി. എന്നിട്ട് പറഞ്ഞു, സഹോദരങ്ങളെ, നിന്റെ ഹിതം നടക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിന് ചേർന്നതല്ല. പിന്നെയോ വളരെ സ്പെസിഫിക് ആയിട്ട് വ്യക്തതയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. ഇത് വേദപുസ്തകത്തിലില്ല. ഇതെവിടെയാണെന്ന് ഞാൻ പറയാം. ലൂസിഫറിന്റെ പുസ്തകം 8-ാം അധ്യായം 9-ാം വാക്യമാണ്. എന്നാൽ വേദപുസ്തകത്തിലുള്ളത് എന്താന്ന് ഞാൻ പറയാം. വേദപുസ്തകത്തിലുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വേദപുസ്തകത്തില്, പ്രിയമുള്ളവരെ, ഇതിനോടുള്ള ബന്ധത്തില് ഈ വ്യക്തതയോടെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നല്ലോ. വ്യക്തതയോടെ പ്രാർത്ഥിക്കണമെന്ന് ഞാനും എഗ്രി ചെയ്യുന്നുണ്ട്. എന്താ വ്യക്തതയോടെ പ്രാർത്ഥിക്കേണ്ടത്? വ്യക്തതയോടെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ ഹിതത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യമൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ ഹിതം വ്യക്തമാകുന്ന, എല്ലാവർക്കുമുള്ള വ്യക്തമാകുന്ന ദൈവഹിതം, എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ദൈവഹിതം വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കണമെന്നുള്ളത് എല്ലാ ദൈവമക്കളെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നതാ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. നമ്മൾ ആത്മീകമായ പക്വത പ്രാപിക്കണമെന്നുള്ളത് എല്ലാ ദൈവമക്കളെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന വിഷയമാണ്. അത് വ്യക്തമായി എഴുതിയേക്കുന്ന കാര്യമാണ്, വ്യക്തതയുള്ള കാര്യം. നമ്മൾ കർത്താവിനെ പോലെ ആകണമെന്നുള്ളത് എല്ലാ ദൈവമക്കളെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന വിഷയമാണ്. അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ വ്യക്തതയുള്ള ദൈവഹിതം വളരെ വ്യക്തമായി പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് നാം വ്യക്തമായും ഉറപ്പോടും ധൈര്യത്തോടും പ്രാർത്ഥിച്ചോ ഒരു കുഴപ്പമില്ല. വ്യക്തമായും നമ്മെക്കുറിച്ചെല്ലാമുള്ള പൊതുവായ ദൈവഹിതം, അത് വ്യക്തതയോടെ ഉറപ്പോടെ നമ്മൾ പ്രാർത്ഥിക്കണം.
എന്നാൽ രണ്ടാമത്തെ രീതിയിലുള്ള അല്ലെങ്കിൽ വ്യക്തതയുള്ളതാകുന്ന ഹിതമാണല്ലോ ഇതൊക്കെ. എന്നാൽ രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, ഒരു പർട്ടിക്കുലർ വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, നാം ഏത് സ്ഥലത്ത് പോയി ജോലി ചെയ്യണം, ഇന്ന എംപ്ലോയ്മെന്റ് എടുക്കണോ അതോ മറ്റേത് എടുക്കണോ, അല്ലെ ഇന്ന സ്ഥലത്തായിരിക്കണോ, അല്ലെ ആരെയാ വിവാഹം കഴിക്കേണ്ടത്, ഇങ്ങനെയുള്ളതാകുന്ന ചോദ്യങ്ങളൊക്കെ വരുമല്ലോ. അതെങ്ങനെയാ നമ്മൾ മനസ്സിലാകുന്നത്? പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള പർട്ടിക്കുലറായിട്ടുള്ള വിഷയങ്ങൾ പോലും വ്യക്തമാകുന്ന ദൈവഹിതത്തിന്റെ വെളിച്ചത്തിൽ അനലൈസ് ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന്, നമ്മൾക്ക് വ്യക്തമാകുന്ന ദൈവഹിതം എന്തുവാ? നമ്മൾ കർത്താവിനെ കുറിച്ചാകണമെന്നും വിശുദ്ധ ജീവിതം നയിക്കണമെന്നും നമ്മൾ മെച്ചൂർ ആകണമെന്നും ഒക്കെയാ ദൈവത്തിന്റെ ഹിതം. അപ്പൊ ചിന്തിക്കണം, ഈ ജോലി ഞാൻ എടുത്താൽ എൻ്റെ ആത്മീക ജീവിതം എങ്ങനാവും? ഒന്നാമത് അതാ ചിന്തിക്കണ്ടേ. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ വ്യക്തമാകുന്ന ദൈവഹിതം കൊണ്ട് നമുക്ക് എന്തോ ചെയ്യാൻ കഴിയും? നമ്മുടേതാകുന്ന വ്യക്തിപരമാകുന്ന വിഷയങ്ങളിൽ നമുക്ക് തീരുമാനത്തിലെത്താൻ കഴിയും. പിന്നെ, ഇന്ന ജോലി എനിക്ക് ലീഗലി ചെയ്യാമോ? വ്യക്തമാകുന്ന ദൈവഹിതമുണ്ട്. എന്തുവാ? നമ്മൾ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് എന്തായിരിക്കണം? അധീനരായിരിക്കണം. അപ്പൊ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയിൽ എനിക്ക് ഇടപെടാൻ ഒക്കുകയില്ലെന്ന് എന്റെ പ്രത്യേകമാകുന്ന, അത് ചിലപ്പോൾ കാശ് കിട്ടുന്നതായിരിക്കും, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സാധിക്കത്തില്ല. നോക്കിക്കേ, എന്റെ വ്യക്തിപരമാകുന്ന വിഷയങ്ങളിൽ ദൈവത്തിന്റെ വ്യക്തതയുള്ള ഹിതം കൊണ്ട് ഞാൻ എൻ്റെ പ്രത്യേക വിഷയം ഞാൻ മനസ്സിലാക്കുക. പിന്നെ ഒത്തിരി വിഷയങ്ങൾ, പ്രായോഗികമാകുന്ന വിഷയങ്ങളുണ്ട്, ഞാൻ എല്ലാത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇങ്ങനെ അനേക കാര്യങ്ങൾ. ഉദാഹരണത്തിന്, ഞാൻ ആരെയാ വിവാഹം കഴിക്കേണ്ടത്? വ്യക്തമാകുന്ന ദൈവഹിതമുണ്ട്. അവിശ്വാസിയോട് എന്ത് ചെയ്യരുത്? പിണയില്ല, പിണകൂട്ടില്ല. അപ്പോൾ ഏറ്റവും ബേസിക്കലി ഞാനൊരു ബോൺ അഗെയിൻ ചൈൽഡ് ഓഫ് ഗോഡിനെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നോക്കിക്കേ, അപ്പൊ വ്യക്തമാകുന്ന എന്റെ ആത്മീക ജീവിതത്തിന് എന്നെ സഹായിക്കുന്ന, നിത്യതയ്ക്ക് എന്നെ സഹായിക്കുന്ന കാര്യങ്ങളാകണം എന്റെ പ്രായോഗിക ജീവിതത്തിൽ ഞാൻ തെരഞ്ഞെടുക്കാൻ. മനസ്സിലായോ? വെളിപ്പെടുത്തപ്പെട്ട ആ ദൈവഹിതത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കണം. അപ്പോൾ നാം ഈ വിഷയങ്ങൾ ചിന്തിക്കുന്നതിനോടുള്ള ബന്ധത്തില്, ഇങ്ങനെയുള്ളതാകുന്ന വിഷയങ്ങളില് പ്രിയമുള്ളവരെ, ഇത് വേദപുസ്തകത്തില് വ്യക്തിപരമായിട്ട് നമ്മുടെ പല കാര്യങ്ങളെ കുറിച്ചും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ നാം എന്താ ചെയ്യേണ്ടത്? നാം ദൈവത്തിന്റെ ഇഷ്ടം നടക്കാനായിട്ട് ആഗ്രഹിക്കണം. അപ്പോൾ അവിടെ നമുക്ക് വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. കർത്താവേ, ഈ വെളുത്തത് വേണമെന്നും കറുത്തത് വേണമെന്നും ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഒടുവിൽ ഞാനെന്തോ ചേർക്കണം? നിന്റെ ഇഷ്ടം അങ്ങനാണേൽ നടക്കട്ടെ. പറഞ്ഞു, പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിന്റെ അവിടുത്തെ ഇഷ്ടം അങ്ങനാണെങ്കിലേ ഇത് നടക്കാവേ എന്ന് നമ്മൾ ചിന്തിക്കണം. അത് വേദപുസ്തകത്തില് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് അതിന് ഏറ്റവും നല്ല മാതൃക. കർത്താവ് എന്നാ ചെയ്തതെന്നറിയാമോ? പിതാവേ, എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറണമേ. മാത്രമല്ല, പൗലോസ് ഈ ലേഖനത്തിൽ തന്നെ അതിന്റെ 1-ാമത്തെ അധ്യായം 10-ാം വാക്യത്തിൽ, മലയാളം വേദപുസ്തകത്തില് 9-ാം വാക്യം, 15-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യത്തിലും ഇത് 2 പ്രാവശ്യം താൻ പറയുന്നുണ്ട്, ദൈവേഷ്ടത്താൽ നിങ്ങളുടെ അടുക്കൽ വരുവാൻ എനിക്കിടയായി തീരണം. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം. അങ്ങനെയെങ്കിൽ പൗലോസും അല്ലെങ്കിൽ ഈ ശ്രേഷ്ഠ അപ്പോസ്തോലനും നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിന്റെ മാതൃകയും ഈ അപ്പോസ്തോലന്റെ മാതൃകയും ഇങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മളും ഇതേ മാതൃക തന്നെ പിൻപറ്റണം. കർത്താവെ, നമുക്ക് പറയാം പല കാര്യങ്ങള് ദൈവസന്നിധാനത്തിൽ പറയാം, ഇന്നതൊക്കെ എനിക്ക് ആവശ്യം. പക്ഷെങ്കിൽ കർത്താവെ, നിന്റെ ഇഷ്ടമുണ്ടെങ്കിൽ, അവിടുത്തെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് നടക്കാവൂ എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ദൈവ ഇഷ്ടം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവിശ്വാസമല്ല, നേരെ മറിച്ച് അതാ ശരിയായ വിശ്വാസവും ശരിയായ താഴ്മയും.
പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? അത് അവിശ്വാസമല്ല. ദൈവ ഇഷ്ടം നടക്കണമെന്ന് പറയുന്നത് അവിശ്വാസമല്ല, അതാ ശരിയായ വിശ്വാസം. കാരണം എന്താ? എന്നെക്കാളും ജ്ഞാനവും എന്നെക്കാളും കാര്യങ്ങൾ നന്നായി അറിയാവുന്ന എൻ്റെ ദൈവത്തിനറിയാം എന്താ വേണ്ടതെന്ന്. ഞാൻ ദൈവത്തെ ആശ്രയിക്കുന്നതാണ് എന്ത്? വാസ്തവത്തിലുള്ള വിശ്വാസം. അതാണ് വാസ്തവത്തിലുള്ള വിശ്വാസം. ഇത് തന്നെയല്ലേ യാക്കോബ് അപ്പോസ്തലനും പറയുന്നത്. യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനം 4-ാം അധ്യായം 15-ാമത്തെ വാക്യത്തില് ഞങ്ങള് നാളെ ആ പട്ടണത്തിൽ പോയി ബിസിനസ് ചെയ്യും എന്നൊക്കെ പറയുന്നതിന് പകരം എന്നാ പറയേണ്ടത്? 4:15 ഒന്ന് വായിച്ചൊന്ന് പോയേ. അയ്യോ, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് എന്നല്ലയോ പറയേണ്ടത്. പ്രിയമുള്ളവരെ, അങ്ങനെയാ പറയേണ്ടത് കേട്ടോ. അല്ലാതെ നമുക്ക് തോന്നിയതൊക്കെ പറയാനുള്ളതാകുന്ന ഉപാധിയൊന്നും അല്ല പ്രാർത്ഥന. മനസ്സിലാക്കണേ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഇന്നതൊക്കെ ചെയ്യണം. പൗലോസിന്റെ മാതൃകയും നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിന്റെ മാതൃകയും സകല വിശുദ്ധന്മാരുടെ മാതൃകയും ഇത് തന്നെയാ. നമ്മൾ വിശ്വസിച്ചേക്കുന്നത് ഇത് പരമാർത്ഥമാ, സത്യമാ. വേറെ ആര് വന്ന് പറഞ്ഞാലും അതിനെ ഇളക്കാനായിട്ട് നമ്മൾ ഇടം കൊടുക്കരുത്. ദൈവത്തിന്റെ ഇഷ്ടമാണ് ഏറ്റവും കാമ്യമായിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നത് 5 മിനിറ്റ് കൂടെ ഞാനെടുത്ത് പെട്ടെന്ന് ഈ കാര്യം അങ്ങ് പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. അങ്ങനെയെങ്കിൽ പൗലോസിന്റെ ഈ പ്രാർത്ഥന എങ്ങനെയാണ് ദൈവം ഉത്തരം നൽകിയത്? ഞാൻ പറഞ്ഞല്ലോ 3 കാര്യങ്ങൾ താൻ ആവശ്യപ്പെടുന്നുണ്ട്. 1, യെരുശലേമിലുള്ളതാകുന്ന അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് താൻ രക്ഷപ്പെടണം. 2, ഈ ധർമ്മശേഖരം അവിടെയുള്ള വിശുദ്ധന്മാർക്ക് സ്വീകാര്യമാകണം. 3, താൻ റോമിലേക്ക് വളരെ ക്ഷേമമായിട്ട് കടന്നു ചെല്ലണം. ദൈവ ഇഷ്ടപ്രകാരം എങ്ങനെയാണ് ദൈവം ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തത്? ഈ പ്രാർത്ഥനയുടെ മറുപടി ഏത് നിലയിലാണ് ദൈവം കൊടുത്തത്? ഇത് whether these prayers were answered at all, ഇതിന് ഉത്തരം കിട്ടിയോ? ദൈവത്തിന്റെ വചനം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മൾ ദൈവത്തിന്റെ വചനം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ തന്റെ റിക്വസ്റ്റ് അത് ദൈവം അതുപോലെ തന്നെ മറുപടി കൊടുത്തു എന്ന് അപ്പോസ്തല പ്രവൃത്തി വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിന് ഒരു റെഫറൻസ് മാത്രം ഞാൻ പറയാം, അവിടെ നിന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തി 24:17. അത് എടുത്തൊന്നും വായിക്കേണ്ട. ഫെലിക്സിന്റെ മുന്നിൽ പൗലോസ് തന്റെ കാര്യം പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു റെഫറൻസ് ആണ്. ആകട്ടെ, ആ കാര്യം ന്യായമായിട്ട് നമുക്കത് മനസ്സിലാക്കാം. എന്നാൽ യെരുശലേമിലുള്ള അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് താൻ വിടുവിക്കപ്പെട്ടോ? അതിന് 2 ഉത്തരം കൊടുക്കാം. വിടുവിക്കപ്പെട്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. എന്തുകൊണ്ടാ ഇല്ലെന്ന് എന്തുകൊണ്ട് പറയുന്നു? നമ്മൾ ആ ഭാഗം അപ്പോസ്തല പ്രവൃത്തി ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ 3 പ്രാവശ്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പിടിച്ചു, തന്നെ അറസ്റ്റ് ചെയ്തു, തടവിൽ വെച്ചു. 3 പ്രാവശ്യം തന്നെ കൊല്ലേണ്ടതായിരുന്നു ആൾക്കൂട്ടം. അപ്പോസ്തല പ്രവൃത്തി 21:30 മുതൽ ഉള്ള വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. 22 മുതലുള്ള വാക്യങ്ങൾ, 23:10 മുതലുള്ള വാക്യങ്ങൾ, ഈ 3 വേദഭാഗങ്ങൾ വായിച്ചു നോക്കിയാൽ 21:30 മുതൽ 22 മുതൽ അപ്പോസ്തല പ്രവൃത്തി ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് 23:10 ഈ വേദഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ 3 പ്രാവശ്യം ഹി വാസ് അബൌട്ട് ടു ബി കിൽഡ്. ജനക്കൂട്ടം തന്നെ കൊല്ലുമായിരുന്നു. 22:25 അപ്പോസ്തല പ്രവൃത്തി 22:25 മുതൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചമ്മട്ടി കൊണ്ട് തന്നെ ഭേദ്യം ചെയ്യാനായിട്ട് അവർ ഒരുങ്ങി അടിക്കാൻ തുടങ്ങിയെന്നാ വായിക്കുന്നത്. ഹി വാസ് അബൌട്ട് ടു ബി ഫ്ലോഗ്ഡ്. റോമൻ ഫ്ലോഗിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹാഫ് വേ ത്രൂ ഡെത്ത് എന്നാ പറയുന്നത്. മരിക്കുന്നതിന് തുല്യമാണ് ഫ്ലോഗിങ്. അവിടെ നിന്ന് ദൈവം തന്നെ വിടുവിച്ചു. 23-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കൊല്ലുമെന്ന് ചിലര് ശപഥം ചെയ്തു. പക്ഷെ അതിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു? തന്നെ വിടുവിച്ചു. അപ്പോൾ ഇതിന് നോ എന്നാദ്യം പറയാൻ കഴിയും. എന്തുകൊണ്ട്? തന്നെ അറസ്റ്റ് ചെയ്തു, തന്നെ ഉപദ്രവിച്ചു,
വിടുവിച്ചില്ലെന്ന് വേണേ പറയാം. എന്നാൽ വ്യക്തമായിട്ട് പറയാൻ കഴിയും, ദൈവം തന്നെ വിടുവിച്ചു. അപ്പൊ ആ രണ്ടാമത്തെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പ്രാർത്ഥന റിക്വസ്റ്റിന് ദൈവം വളരെ വ്യക്തമാകുന്ന മറുപടി കൊടുത്തു. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ചായിരുന്നു, താൻ ചിന്തിച്ചതുപോലെ അല്ലായിരുന്നു. ഒന്ന്. ഇനിയും താൻ റോമിൽ എത്തിച്ചേർന്നു എന്ന് പറയാൻ കഴിയും. പക്ഷേ താൻ പ്രതീക്ഷിച്ചതുപോലെയല്ല. 23:11 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് പറയുന്നു, നീ യെരുശലേമിൽ എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞതുപോലെ റോമയിലും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടതായി വരും, അല്ലെങ്കിൽ സാക്ഷ്യം പറയും എന്ന് കർത്താവ് പറഞ്ഞു. പക്ഷെങ്കിൽ താൻ ചിന്തിച്ചതുപോലെ ഉടനെ ഒന്നും അല്ല സംഭവിച്ചത്. ഏകദേശം 3 വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ ലേഖനം എഴുതിയ ശേഷം പൗലോസ് റോമിലെത്തുന്നത്. മാത്രമല്ല, അവിടെ താൻ എത്തിയത് ഒരു തടവുകാരനായിട്ടാണ്, ഫ്രീ മാനായിട്ടല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, അങ്ങനെ എത്തുന്നതിന് മുൻപേ ഏകദേശം താൻ നശിച്ച് മുങ്ങിപ്പോകേണ്ടതായിരുന്നു. ഒരു വലിയ കപ്പൽ ഛേദമുണ്ടായി മെലിത്ത ദ്വീപിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ എന്താ ഉണ്ടായത്? ഒരു പാമ്പ് കയറി കയ്യെ തൂങ്ങി. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി യാത്രയിൽ. പക്ഷെ എന്ത് സംഭവിച്ചു? സേഫായിട്ട് റോമിൽ ചെന്ന് ചേർന്നു. അതിനും ഒരു കാരണമുണ്ടേ. അതിന്റെ കാരണം ഒരിക്കൽ ഞാനത് നിങ്ങളോട് പറഞ്ഞതാ, എങ്കിലും ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതിനൊരു കാരണമുണ്ട്. കാരണം ഈ കപ്പൽ ഛേദത്തിന്റെ ആ തലേ രാത്രിയിൽ 14 ദിവസങ്ങൾ സൂര്യനും നക്ഷത്രങ്ങളും ഒന്നും കാണാതെ, അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം, അങ്ങനെ എല്ലാം ആശ നശിച്ചു പോയെന്ന് എല്ലാവരും കരുതിയപ്പോൾ പൗലോസ് പറഞ്ഞു, നമ്മള് കർത്താവ് പറഞ്ഞു, നമ്മുടെ പ്രാണങ്ങൾക്കൊന്നും ക്ഷതമുണ്ടാകത്തില്ല. ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എന്റെ ഉടയവനുമാകുന്ന കർത്താവിന്റെ ദൂതൻ കഴിഞ്ഞ രാത്രിയിൽ എന്നോട് പറഞ്ഞു, പൗലോസേ, നീ കൈസരുടെ മുൻപാകെ എന്നെ കുറിച്ച് സാക്ഷ്യം പറയേണ്ടതാകുന്നു. പ്രിയമുള്ളവരെ, കൈസരുടെ മുൻപാകെ സാക്ഷ്യം പറയാൻ കാരണമായി തീർന്നത് പൗലോസ് ഒരു തടവുകാരനായിട്ട് കൈസരിയയിൽ തന്നെ 3 പ്രാവശ്യം തന്നെ ട്രൈ ചെയ്തിട്ടും അവിടെ തനിക്ക് നീതി കിട്ടുന്നില്ലെന്ന് പറഞ്ഞപ്പോ പൗലോസ് പറഞ്ഞു, ഞാൻ കൈസരെ അഭയം ചൊല്ലുന്നു. നോക്കിക്കേ ദൈവത്തിന്റെ വഴികൾ. റോമിലെ ആ ചക്രവർത്തി, നീറോ ചക്രവർത്തി, പൗലോസിന്റെ വായിൽ നിന്ന് എന്ത് കേട്ടു? സുവിശേഷം കേട്ടു. അങ്ങനെയെങ്കിൽ ദൈവഹിതത്താൽ നടക്കണമെന്ന് ആഗ്രഹിച്ചാൽ സംഭവിക്കുന്നത് ഇങ്ങനെയാ. നമ്മുടെ വഴിയെ പോണമെന്ന് ചിന്തിച്ചാൽ അത് നമുക്ക് ഒട്ടും ഗുണമല്ല എൻ്റെ പ്രിയരെ. ഇതിന് ചരിത്രത്തിൽ നിന്ന് എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ തരാനുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. വാസ്തവത്തില് ദൈവത്തിന്റെ ഹിതം സകലത്തിലും ഉപരിയായി നാം ആഗ്രഹിക്കണം. സ്തോത്രം. ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നമ്മൾ കാരണം ദൈവം അതാ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഒരു അപ്പോസ്തലനാകുന്ന ഈ അനുഗ്രഹീതനാകുന്ന മനുഷ്യന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കൂ. തനിക്ക് പ്ലാനുകളുണ്ട്, പദ്ധതികളുണ്ട്, അതൊന്നും തെറ്റല്ല. പക്ഷെങ്കിൽ അതിലെല്ലാം താൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടം എന്നിൽ നടക്കണം. പ്രിയമുള്ളവരെ, ഏറ്റവും കാമ്യമായിട്ടുള്ളത് ദൈവ ഇഷ്ടമാ. നാം ഇങ്ങനെ പറയാറുണ്ട്, പെർമിസീവ് വില്ലെന്ന്. അങ്ങനെ ഒരു വില്ലില്ല, അങ്ങനെ ഒരു ഹിതമില്ല. ദൈവത്തിന് ഒറ്റ ഹിതമേ ഉള്ളൂ. അത് പെർഫെക്റ്റ് വില്ല, അത് പെർഫെക്റ്റ്, അത് പൂർണ്ണതയുള്ളതാ. മറ്റേത് ദൈവത്തിന്റെ ഹിതമല്ല, അത് നമ്മുടെ ഹിതമാ. സ്തോത്രം. നമ്മുടെ ഹിതമല്ല നടക്കേണ്ടത്, ദൈവത്തിന്റെ ഹിതമാ നടക്കേണ്ടത്. ആകയാൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരൻ, ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വാസപ്രദാന പരിശുദ്ധാത്മാവിന്റെ കാവലും സഹവാസവും കൂട്ടായ്മയും നമ്മളവരോടും ലോകമ്പോടുള്ള സകല വിശുദ്ധന്മാരോടുകൂടിയും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ് യു.